നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ കെ.എം. മാണി പങ്കെടുത്ത ചടങ്ങിൽ കരിങ്കൊടി പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. KSF-യുടെ ഭാഗ്യവർഷ ചിട്ടികളുടെ നറുക്കെടുപ്പ് ഉദ്ഘാടനമാണ് മസ്കറ്റ് ഹോട്ടലിൽ രാവിലെ നിശ്ചയിച്ചിരുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാൻ കെ.എം. മാണി എത്തുന്നതിന് മുൻപേ തന്നെ ഹോട്ടലിന് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചു. ഇതിനിടെ എത്തിയ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം പ്രവർത്തകർ ഹോട്ടലിന്റെ പ്രധാന ഗേറ്റ് ഉപരോധിച്ചു. കരിങ്കൊടി വീശി. തുടർന്ന് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് നീക്കി. കന്റോൺമെന്റ് ഹൗസിലേക്കുള്ള ഹോട്ടൽ കവാടത്തിനരികെ കാത്തുനിന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കബളിപ്പിച്ച് പ്രധാന ഗേറ്റ് വഴിയാണ് കെ.എം. മാണിയുടെ വാഹനം വ്യൂഹം ചടങ്ങ് നടക്കുന്ന ഹാളിലേക്ക് എത്തിയത്. എന്നാൽ ഇവിടെ കാത്തുനിന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാണിയെ കരിങ്കൊടി കാണിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കെ.എം. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് തകർത്ത് കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം, കോഴിക്കോട്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി രാജു, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P. സുധീർ, CPI നേതാവ് ശ്രീ VS സുനിൽകുമാർ MLA എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ VS സുനിൽകുമാർ, എങ്ങനെയാണ് കെ.എം. മാണിക്കെതിരായ സമരം വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക? ഡിവൈഎഫ്ഐക്ക് പുറമെ മറ്റ് ഇടതുപക്ഷ സംഘടനകൾ, യുവമോർച്ച എല്ലാം സജീവമായി രംഗത്തുണ്ട്. അല്ല, കെ.എം. മാണിക്ക് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള അതിശക്തമായ സമരങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഗതാഗതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുക എന്നതല്ല, പക്ഷെ അദ്ദേഹത്തിന് ഔദ്യോഗികമായി അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയും സമാധാനപരമായി നടത്താൻ ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല, നടത്താൻ സമ്മതിക്കില്ല. അതിന് കാരണം അദ്ദേഹം നടത്തിയിരിക്കുന്ന അഴിമതി വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ തെളിവുകൾ എവിടെയെന്ന് ചോദിക്കുന്നു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാപട്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഈ കെ.എം. മാണിയെ അംഗീകരിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരുപാട് തെളിവുകൾ ജനങ്ങൾക്ക് തന്നെ ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ അഴിമതി കാണിച്ച ഒരു മന്ത്രിയെ, കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ മോഹൻലാലിന്റെ ഈ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ മറവിൽ കുറച്ച് ദിവസമായി ആ ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളുകളുണ്ട്. നാഷണൽ ഗെയിംസ് കഴിയുന്നതോടുകൂടി അത് വേറെ രീതിയിൽ പോലെ ആളുകളും ജയിലിലേക്ക് പോകേണ്ടി വരും. അതിനു മുമ്പ് കെ.എം. മാണിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ. കെ.എം. മാണിയെ കേരളത്തിൽ ധനകാര്യമന്ത്രിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണം തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ, സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ ഗവൺമെന്റിനെ ബന്ദിയാക്കി നിർത്തിയിരിക്കുകയാണ് കെ.എം. മാണി. തന്റെ കൂടെയുള്ള MLA-മാരുടെ ബലത്തിൽ UDF-നെ തന്നെ ബന്ദിയാക്കി നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് UDF-നകത്ത് നിന്ന് പോലും അതിശക്തമായ പ്രതിഷേധം അദ്ദേഹത്തിന്റെ വളർന്നു വരുന്നത്. ശ്രീ VS സുനിൽകുമാർ, ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ച് അദ്ദേഹം ബജറ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു, കൂടിക്കാഴ്ചകൾ നടത്തുന്നു, ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ബജറ്റ് തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെ ഇതിനെ നേരിടാൻ കഴിയും? കെ.എം. മാണി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക എന്ന്. ഉമ്മൻചാണ്ടി അത് ആവർത്തിച്ചിട്ടുണ്ട്. എന്ത് പ്രക്ഷോഭം? അദ്ദേഹത്തിന് മസ്കറ്റ് ഹോട്ടലിൽ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. കേരള നിയമസഭയിൽ കെ.എം. മാണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുന്ന ആരും വിചാരിക്കില്ല. അതെങ്ങനെ തടയാൻ പോകുന്നു എന്ന കാര്യം അന്ന് കാണാം. ഞങ്ങൾ ചോരപ്പുഴ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ വെട്ടിക്കറ നടത്തുന്നതല്ല അർത്ഥം. ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളെ ഭയമുണ്ടോ ഈ ഗവൺമെന്റ് എന്ന കാര്യം ഞങ്ങൾ തെളിയിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മസ്കറ്റിലിരുന്ന് പ്രിപ്പയർ ചെയ്ത അദ്ദേഹത്തിന് മസ്കറ്റ് ഹോട്ടലിൽ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. നിയമസഭയുടെ സമ്മേളനത്തിനകത്ത് അങ്ങനെ വാശിയുണ്ടെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മസ്കറ്റ് ഹോട്ടൽ ചിലപ്പോ നിയമസഭയാക്കിയിരുന്ന ഗതികേടിലേക്ക് വരേണ്ടി വരും. അല്ലാതെ കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുന്ന ആരും വിചാരിക്കില്ല. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ഇടതുപക്ഷം ഉറച്ച നിലപാടിലാണ്. യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളും സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മസ്കറ്റ് ഹോട്ടലിന് മുന്നിൽ സമരം നടന്നു, കോഴിക്കോട് പ്രക്ഷോഭം നടന്നു. ശ്രീ VS സുനിൽകുമാർ MLA പറയുന്ന രീതിയിലാണെങ്കിൽ വലിയ രീതിയിൽ ശക്തമായ ഒരു പ്രക്ഷോഭമുണ്ടാകും. നിയമസഭയിൽ കെ.എം. മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം അവർ സൃഷ്ടിക്കും. എങ്ങനെ മറികടക്കും കേരള കോൺഗ്രസ്? പ്രകാശേ, സുനിൽകുമാർ ഇത് വെറുതെ വിടുവായിത്തരം പറയുകയാണ്.
കാരണം ഇതിനേക്കാളും വലിയ വാചകം അടിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നിയമസഭയിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ അവസാനം പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം ഡൽഹിയിൽ തോളിൽ കൈയിട്ട് പോയ കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഇതൊക്കെ സുനിൽകുമാറിൻ്റെ വ്യാമോഹമാണ്, സ്വപ്നമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനാപരമായ അധികാരവും അവകാശവും നിർവഹിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മാർച്ച് 31 ബഡ്ജറ്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1 മുതൽ കേരളത്തിലെ അധ്യാപകർക്ക്, ജീവനക്കാർക്ക് ഈ കേരളത്തിൻ്റെ ഭരണസ്തംഭനം ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു ഭരണസ്തംഭനം ഉണ്ടാക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഈ സുനിൽകുമാറിൻ്റെ വാദത്തോട് യോജിച്ചുകൊണ്ട് അണിനിരക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല 100 ദിവസമായി ഒരു മദ്യവ്യാപാരി അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നിയമത്തിന് മുമ്പ് നിലനിൽക്കുന്ന ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. ഇന്ന് രാവിലെ ഇന്ന് ഈ മദ്യവ്യവസായ സംഘടനയുടെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ അദ്ദേഹം ആശ്രയിച്ച ശ്രീ ബിജു രമേശ് തന്നെ സാക്ഷികളായി കൊണ്ടുകൊടുത്ത അവരെല്ലാം ഇത് അടിസ്ഥാനരഹിതമാണ്, തങ്ങളുടെ പേരിൽ വ്യാജരേഖ ചമച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണെന്ന് ഇന്ന് ശ്രീ ഉണ്ണിയുടെ മൊഴിയോടെ തെളിഞ്ഞിരിക്കുമ്പോൾ ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ബിജു രമേശിന്റെ പേരിൽ 7 വർഷം തടവിൽ ശിക്ഷിക്കാവുന്ന വ്യാജരേഖ ഉണ്ടാക്കിയതിന്, വ്യാജ CD ഉണ്ടാക്കിയതിന്, വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 468 വകുപ്പനുസരിച്ച്, ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് അടിയന്തരമായി ഗവൺമെന്റ് കേസെടുക്കേണ്ടതാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ആന്റണി രാജു, എന്തുകൊണ്ടാണ് അങ്ങനെ സർക്കാർ കേസെടുക്കാത്തത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളിയാഴ്ച കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീ KM മാണി പറഞ്ഞത് ബാർ കോഴയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു, ആ ഗൂഢാലോചന നടന്നത് UDF തന്നെയാണ് എന്നാണ്. എന്താണ് അതിൻ്റെ നിജസ്ഥിതി? ഒരു അന്വേഷണ കമ്മീഷൻ നിലനിൽക്കുന്നുണ്ടല്ലോ, KM മാണി പറഞ്ഞത് ശരിയാണോ? ഞാൻ ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാം, ഈ അന്വേഷണ കമ്മീഷനിലെ ഒരു അംഗമാണ് ഞങ്ങൾ ഈ ഗൂഢാലോചനയെക്കുറിച്ച് ചില വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആ നിഗമനങ്ങളെക്കുറിച്ച് പാർട്ടി ചെയർമാൻ KM മാണി സാറുമായും വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറുമായും അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കാനുള്ള കാലതാമസം മാത്രമാണ് ഇനിയുള്ളത്. അതിൻ്റെ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഞങ്ങൾ ആ റിപ്പോർട്ട് രേഖാമൂലം എഴുതി പാർട്ടിക്ക് നൽകും. ഇപ്പോൾ മാണി സാർ പറഞ്ഞതിനെക്കുറിച്ച് അത് നിഷേധിക്കാനോ അതിനെ അംഗീകരിക്കാനോ ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. ശ്രീ ആന്റണി രാജു, താങ്കൾ ആ അന്വേഷണ കമ്മീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗമാണ്. മാത്രമല്ല കേരള കോൺഗ്രസ് എം ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. താങ്കൾ പറയുന്നു, അന്വേഷണ കമ്മീഷൻ അംഗമായ താങ്കൾ പറയുന്നു, അന്വേഷണ കമ്മീഷൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ശ്രീ KM മാണിയുമായും അതുപോലെ തന്നെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫുമായും ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയിട്ടില്ല. നിങ്ങൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ രാഷ്ട്രീയ ഗൂഢാലോചന UDF നിന്നും തന്നെയാണ് എന്ന് KM മാണി ഉറച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞത്. ബാറുകാരിൽ നിന്ന് കേരള കോൺഗ്രസ് എം മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും പിരിവ് വാങ്ങാറുണ്ട് എന്നും കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം കേന്ദ്രീകരിച്ച് ആരോപണം ഉയർന്നിരിക്കുന്നു എന്നും പറഞ്ഞ ആ യോഗത്തിൽ ഗൂഢാലോചന നടന്നത് UDF നിന്നും തന്നെയാണെന്ന് KM മാണി പറയുമ്പോൾ നിങ്ങളുടെ ആദ്യ യോഗത്തിൽ ഗൂഢാലോചന മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്നു UDF നിന്ന് തന്നെയാണെന്ന്. എന്താണ് അതിൻ്റെ പറയാൻ കഴിയുന്ന വിശദാംശങ്ങൾ? പ്രകാശ്, ഞാൻ പറഞ്ഞല്ലോ, ആ യോഗത്തിൽ കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഞാൻ സംബന്ധിച്ചിരുന്നയാളല്ല. മാണി സാർ എന്താണ് പ്രസംഗിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഞാനിവിടെ മനസ്സിലാക്കിയിട്ടില്ല. മാത്രമല്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സമിതി നിരവധി യോഗങ്ങൾ ചേരുകയുണ്ടായി. ഞങ്ങൾ വളരെയേറെ തെളിവെടുപ്പുകൾ നടത്തുകയുണ്ടായി. ഞങ്ങൾ നിരവധി തെളിവുകൾ ശേഖരിക്കുകയുണ്ടായി. ഞങ്ങൾ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നിഗമനങ്ങളെക്കുറിച്ച് പാർട്ടി നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അത് മാണി സാറ് അത്തരം പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് അടിസ്ഥാനത്തിൽ, ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് മാണി സാറാണ് വെളിപ്പെടുത്തേണ്ടത്. ഇപ്പോൾ അതേക്കുറിച്ച് ഞാനൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ഭംഗിയല്ല. പക്ഷേ താങ്കൾ ഇക്കാര്യത്തിൽ
ഈ പറയുന്ന അന്വേഷണ കമ്മീഷന്റെ നിഗമനങ്ങളെക്കുറിച്ച് KM മാണിയുമായും അതുപോലെ PJ ജോസഫുമായും ആശയവിനിമയം നടത്തിയിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ കമ്മീഷനിലെ അംഗങ്ങൾ ഈ നേതാക്കന്മാരുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങൾ എത്തിയ നിഗമനങ്ങളെക്കുറിച്ച് അവരുമായി സംസാരിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ദയവായി തുടരുക. ഏക വൈസ് ചെയർമാൻ ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിൽ. ശ്രീ PC ജോർജ്, KM മാണി വെള്ളിയാഴ്ച കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രസംഗിച്ചത് ബാർക്കോഴ കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നത് UDFൽ നിന്ന് തന്നെയാണ് എന്നാണ്. ശ്രീ ആന്റണി രാജു അന്വേഷണ കമ്മീഷനിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. അദ്ദേഹം പറയുന്നു അവരുടെ അന്വേഷണ കമ്മീഷൻ നിഗമനങ്ങളെക്കുറിച്ച് അവർ KM മാണിയുമായും വർക്കിംഗ് ചെയർമാൻ PJ ജോസഫുമായും ആശയവിനിമയം നടത്തിയിരുന്നു എന്ന്. അപ്പോൾ ഈ ആരോപണം ഉയർന്ന സമയത്ത് കേരള കോൺഗ്രസ് എം ഉയർത്തിയിരുന്നു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന്. അത് പ്രധാനമായി ഉയർത്തിയ നേതാക്കളിൽ ഒരാളായിരുന്നു താങ്കൾ. ഇപ്പോൾ KM മാണി പറയുന്നു അത് UDFൽ നിന്ന് തന്നെയാണ്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ? ഞാൻ ഈ പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്നതിനെ തന്നെ പറയുകയാണ്. ഇന്നലെ രാത്രി 12 മാണി സാറും ഞാനും ഒരുമിച്ചുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ പാത്രികേസ് ബാബാതിരുമയുടെ സ്വീകരണം കഴിഞ്ഞ് ഞങ്ങൾ 12:30 മണി വരെ ഞങ്ങൾ ഒരുമിച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത. അപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. അത് ആശയവിനിമയം നടന്നിട്ടുണ്ടാവും. 1.5 മാസം മുമ്പ് ഈ കമ്മിറ്റി കൂടി, അതിനുശേഷം കമ്മിറ്റി കൂടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ പക്ഷേ ആന്റണി രാജു പറഞ്ഞ അഭിപ്രായം അതായിരിക്കാം ശരി, എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എന്റെ മുമ്പിൽ ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല, കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുമില്ല. റിപ്പോർട്ട് കൊടുക്കാത്തടത്തോളം കാലം അതിനെപ്പറ്റി ഞാനിങ്ങനെ അഭിപ്രായം പറയും. ആധികാരികമായി തന്നെ പറയുന്നു. ഇപ്പൊ പാർട്ടി ചെയർമാൻ ഞാൻ ഇന്നലെ 12:30 മണി, അപ്പൊ രാത്രി 12:30 മണിക്ക് മുമ്പ് അതിനുശേഷം പാതിരായിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയില്ല. റിപ്പോർട്ട് കൊടുത്തു എന്നല്ല ശ്രീ PC ജോർജ് പറഞ്ഞത്. KM മാണി കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രസംഗിച്ച കാര്യമാണ് ബാർക്കോഴയ്ക്ക് പിന്നെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന്. അതിനെക്കുറിച്ച് ശ്രീ ആന്റണി രാജുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്വേഷണ കമ്മീഷൻ അതിലെ അംഗങ്ങൾ ശ്രീ KM മാണിയുമായും ശ്രീ PJ ജോസഫുമായും ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. അവരുടെ അന്വേഷണത്തിൽ അവരെത്തിച്ചേർന്ന നിഗമനങ്ങൾ അവർ ഈ നേതാക്കളുമായി പങ്കുവച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഒരു അന്വേഷണ കമ്മീഷന്റെ നിഗമനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം KM മാണി ഇങ്ങനെ പ്രസംഗിച്ചത്. അങ്ങനെയാണെങ്കിൽ UDFൽ നിന്ന് ആര്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനുമായി ഇവർ ആശയവിനിമയം നടത്തിയിട്ടില്ല. പാർട്ടി ചെയർമാനുള്ള മാണി സാർ ഇന്നലെ രാത്രി 12:30 മണി വരെ ഈ കാര്യം വളരെ വിശദമായ രാഷ്ട്രീയം ഞങ്ങൾ സംസാരിച്ചിട്ടും ഇങ്ങനെ റിപ്പോർട്ടിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അഭിപ്രായം പറയും. അതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം ശരി താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ താങ്കളോട് അന്വേഷണ കമ്മീഷൻ കൂടിയാലോചന നടത്തിയിട്ടില്ല. അവർ ചെയർമാനോടും വർക്കിംഗ് ചെയർമാനോടുമാണ് കൂടിയാലോചന നടത്തിയത്. ഏക വൈസ് ചെയർമാനോട് അവർ കൂടിയാലോചന നടത്തിയിട്ടില്ല. അതുകൊണ്ട് താങ്കൾക്കൊന്നും അറിയില്ല. ശരി, പക്ഷേ ഈ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീ PC ജോർജിന് അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായമുയർന്നു എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ, വിവരങ്ങൾ. അതായത് PC ജോർജ് പാർട്ടിക്കൊപ്പം നിൽക്കുന്നു, ഒപ്പം തന്നെ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. താങ്കൾക്ക് അനുകൂലമായി പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചതായും വാർത്തയുണ്ട്. എന്തുകൊണ്ടാണ് താങ്കളാണ് കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി മാറുന്നത് ബാർക്കോഴയ്ക്കപ്പുറം? ഞാൻ ഇതിന് മറുപടി അർഹിക്കാത്തൊരു കാര്യമാണ് പറയാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അഭിപ്രായമാണ് എന്നോട് ചോദിക്കാതെ എന്നെ പറ്റി അഭിപ്രായം പറയാൻ ആർക്കും അവകാശം. എനിക്ക് എന്നെപ്പറ്റി ഞാൻ എന്താണ് ചെയ്യുന്നുള്ളതിനെ പറ്റി എന്നോട് ചോദിക്കും, ഞാൻ വേണം. വാർഡ് കമ്മിറ്റി ആയാലും മണ്ഡലം കമ്മിറ്റി ആയാലും എനിക്ക് പ്രമേയം പാസ് ചെയ്യാം. ആ കമ്മിറ്റി പിരിച്ചുവിടപ്പെടും, അല്ല എന്താ ആ കമ്മിറ്റി കാണില്ല. ഇത് ചുമ്മാ മാണി സാറിനെ ഇങ്ങനെ പറഞ്ഞു സുഖമാണെന്ന് വിചാരിച്ച് ഓരോ ഊളന്മാരിറങ്ങി വിവരക്കേട് പറയുന്നത്. അങ്ങനെ കമ്മിറ്റി പിരിച്ചുവിടാൻ കഴിയില്ല ശ്രീ PC ജോർജ്. താങ്കൾക്കെതിരെ പ്രമേയം പാസ്സാക്കുന്ന നടപടികൾ കോട്ടയം ജില്ലയിലെ വിവിധ പ്രാദേശിക കമ്മിറ്റികളിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ആ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ കമ്മിറ്റികളെല്ലാം ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ അങ്ങനെ പ്രമേയം പാസ്സാക്കി എന്ന് പറയുന്ന പത്രത്തിലും ഈ മാധ്യമങ്ങളും പറയുന്ന ആ മാന്യന്മാരെന്നെ എന്നെ ഫോൺ വിളിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാനെന്ത് ചെയ്യും?
ഇപ്പൊ പ്രകാശ് ഒരു കാര്യം ചെയ്ത് മാണി സാറിനെ വിളിച്ചത് ശരിയാണ്, അദ്ദേഹം പറയും സത്യം ഇല്ല എന്നുള്ളത്. വെറുതെ മാണി ഇങ്ങനെ പ്രമേയം ശരി 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 ഉണ്ടെന്ന് വ്യക്തമാണ്. ശ്രീ പി സി ജോർജ്, ഇപ്പോൾ വി എസ് സുനിൽകുമാർ MLA പറയുകയായിരുന്നു, ഇന്നിപ്പോൾ മസ്കറ്റ് ഹോട്ടലിലേക്ക് മാർച്ച് നടന്നു, കോഴിക്കോട് മാർച്ച് നടന്നു. മസ്കറ്റ് ഹോട്ടലിൽ KM മാണി ഇത് സംബന്ധിച്ച ബജറ്റ് തയ്യാറാക്കുന്നത് സംബന്ധിച്ച ആലോചനകൾ നടത്തുന്നു, ആശയവിനിമയം നടത്തുന്നു. പക്ഷേ മസ്കറ്റ് ഹോട്ടലിൽ വേണമെങ്കിൽ KM മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാമെന്നല്ലാതെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വി എസ് സുനിൽകുമാർ MLA പറയുന്നു. താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പുഴ നീന്താൻ, രക്തപ്പുഴ നീന്താൻ താങ്കൾക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയാണത്. എങ്ങനെ അതിനെ മറികടക്കും? ഞാൻ പറയട്ടെ, ഒരു ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കും? ബഡ്ജറ്റ് അവതരിച്ചാൽ ഭരണഘടന പ്രകാരം നടക്കേണ്ട ഒരു കാര്യമില്ലേ? അത് ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്ന് പറഞ്ഞ് വഴക്കറിയാനില്ല, പക്ഷെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടും, സംശയം വേണ്ട. കാരണം ധനകാര്യമന്ത്രി മാണി സാർ ആയിരിക്കുന്നിടത്തോളം കാലം മാണി സാറിന് ബഡ്ജറ്റ് അവതരിക്കും, അല്ലാതെ മാണി സാറിന് അടുക്കളക്കാരൻ വന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കൂ. അത് ഭരണഘടനാപരമായി കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനായ KM മാണിയാണ് ധനകാര്യമന്ത്രി, അദ്ദേഹം തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതൊരു സംശയം വേണ്ടെന്ന്. ഇപ്പൊ അവര് ചോരപ്പഴി ഒഴുക്കുമോ അതൊക്കെ ഓരോ പ്രതിഷേധമാർക്കാണ്. ഞാൻ പ്രതിപക്ഷത്തിന് ഒരു അഭിപ്രായത്തോട് എതിർപ്പില്ലെന്ന് എനിക്ക്, കാരണം ജനാധിപത്യമായത് ഇടതുപക്ഷം അങ്ങനെ വ്യക്തമാണ്. ശ്രീ വി എസ് അഭിപ്രായം സുനിൽകുമാർ, ഈ കാര്യത്തിൽ മാണിയെ ബജറ്റ് അവതരിപ്പിക്കൽ നിന്ന് അദ്ദേഹം ധനമന്ത്രിയായി തുടരുന്നിടത്തോളം സമയം തടയാൻ കഴിയില്ല, അത് ശരിയല്ല എന്നാണ് ശ്രീ പി സി ജോർജ് പറയുന്നത്. അല്ല, PC ക്ക് അത്രേ പറയാൻ പറ്റൂ, അല്ലാതെ PC ജോർജിന് അങ്ങനെ അല്ലാതെ വേറെ പറയാൻ പറ്റൂ. ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട എന്നല്ല പറയാം. ബഡ്ജറ്റ് KM മാണി അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല. KM മാണിയെ കേരളത്തിലെ ധനകാര്യമന്ത്രിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ബഡ്ജറ്റ് വിത്ത് കേസ് വെച്ചപ്പെട്ടിരിക്കുന്ന ആളാണ് KM മാണി. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ ആന്റണി രാജു പറഞ്ഞല്ലോ, ഗൂഢാലോചന നടത്തിയിരിക്കുന്നതാണ് UDF ആണ് ആന്റണി KM മാണിക്കെതിരെ. നാണോ മാനോടെ KM മാണി പിന്നെ UDF ആയിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമോ? അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? UDF-നകത്തു നിന്ന് തന്നെ തനിക്കെതിരെ രാഷ്ട്രീയമായ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ ഒരാള് UDF-ന്റെ ധനകാര്യമന്ത്രിയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ത്? ആത്മാഭിമാന ബോധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ആത്മാഭിമാന ബോധം ജനങ്ങൾക്കില്ലേ? ഈ അഴിമതിക്കാരനെ ഒരാളെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ സമ്മതിച്ചു കൊടുത്ത പിന്നെ രാജ്യത്ത് എന്ത് ജനാധിപത്യം ഉണ്ടായത്? ഇവിടെ ആർക്ക് എന്തും ചെയ്യാവുന്നതാണോ? ഇപ്പൊ അങ്ങനെ ഭരണഘടനാപര ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ് KM മാണി. അതെന്താ വർക്കത്തെ എന്താ? ഭീതിയോ പ്രീതിയോ കൂടാതെ ആർക്കെങ്കിലും പ്രത്യേകമായി ഫേവർ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ കൃത്യം ചെയ്ത ഒരാള് എല്ലാ അഴിമതിയും മൂലത്തിലുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവരുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്ന കാര്യമാണോ? അതിന് UDF-ന് അംഗീകാരമുണ്ട്, കേരള കോൺഗ്രസിന് അംഗീകാരം വേണ്ട കാര്യമില്ല. അവൻ ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. ഭരണഘടനാപരമായ ഒബ്ലിഗേഷൻ ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ അനുസരിച്ച് ഞങ്ങൾ KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കും. അപ്പൊ KM മാണി പറഞ്ഞ പോലെ UDF ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ UDF ഉണ്ടോ ഇല്ല എന്ന് അവർ തീരുമാനിച്ചോട്ടെ. ശ്രീ ആന്റണി രാജു, രാഷ്ട്രീയ ഗൂഢാലോചന നടന്ന UDF-ൽ തന്നെയാണ് എന്ന് KM മാണി പറയുമ്പോൾ നിങ്ങൾ അന്ന് വ്യക്തത വരുത്താത്ത ഒരു കാര്യം KM മാണി വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ആശയവിനിമയത്തിൽ നിങ്ങൾ എന്താണ് KM മാണിയോട് പറഞ്ഞത് എന്ന് പറഞ്ഞില്ലെങ്കിലും ഇത് UDF-ൽ നിന്ന് തന്നെയാണ് എന്ന് KM മാണി പറയുന്നതിനെ താങ്കൾ നിഷേധിക്കുന്നുമില്ല. അപ്പോഴാണ് സുനിൽകുമാറിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത്. എങ്ങനെ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയ ഒരു മുന്നണിയിൽ ആ സർക്കാരിന് വേണ്ടി ബജറ്റ് അവതരിപ്പിക്കും? അതുപോലെ തന്നെ UDF ആണ് ഗൂഢാലോചന നടത്തിയതെങ്കിൽ നിങ്ങളെ വഞ്ചിച്ച, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയ ആ മുന്നണികൾ നിങ്ങൾ പുനരാലോചന നടത്തേണ്ട സമയമായില്ലേ? പ്രകാശ്, മാണി സാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളതൊരു വാർത്ത മാത്രമാണ്. മാണി സാർ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ മാണി സാർ UDF-ലാണ് ഗൂഢാലോചന നടത്തിയുള്ള വാർത്തയെ ഞാൻ സ്ഥിരീകരിച്ചിട്ടില്ല. അത് നിഷേധിക്കാനോ അംഗീകരിക്കാനോ ഞാൻ തയ്യാറല്ല. കാരണം ഞാനത് കേട്ടിട്ടില്ല. അതുമാത്രമല്ല, മാണി സാർ അത് പുറത്തങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഒരു കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? നിഗമനങ്ങളായി നിങ്ങൾ KM മാണിയോട് നടത്തിയിരിക്കുന്ന ആശയവിനിമയത്തിൽ ഇങ്ങനെ ഗൂഢാലോചന UDF-ൽ നിന്ന് അല്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? UDF-ൽ നിന്നാണെന്നോ അല്ലെന്നോ പറയാൻ ഇപ്പോൾ കഴിയില്ലല്ലോ. കാരണം ആ കമ്മിറ്റിയിലെ അംഗമെന്നുള്ള നിലയ്ക്ക് അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അംഗമെന്നുള്ള നിലയ്ക്ക് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അതിന് മുതിരുന്നില്ല. ശ്രീ ആന്റണി രാജു, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു രാഷ്ട്രീയമായി ഒരു ഇക്കാര്യങ്ങൾ, നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് എന്നത്തേക്ക് പൂർത്തീകരിക്കപ്പെടും? അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് പൂർത്തീകരിക്കപ്പെട്ടാൽ
നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരില്ലേ? അതൊക്കെ ഒരു ഭാവനാ സമ്പൂർണമായ ചോദ്യങ്ങളാണ്. ഞങ്ങൾ എന്ന് പൂർത്തീകരിക്കണം എന്നുള്ളത് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അത് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ എന്തെല്ലാം രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലല്ലോ. കാരണം ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമല്ലേ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അത് മുൻകൂട്ടി പ്രവചിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിനെ തന്നെ പുറത്തുവിടുന്നതിന് തുല്യമല്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ അത്തരം ഒരു 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 ഇതിനും ഞാനിപ്പോൾ മുതിരുന്നത് ശരിയല്ല. ദയവായി തുടരുക. ശ്രീ പി സുധീർ, ഇടതുപക്ഷത്തിൻ്റെ സമരം, കെ എം മാണിക്കെതിരായ സമരം, അത് ശക്തമായി മുന്നോട്ട് പോകും എന്ന് ഇപ്പോൾ സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. യുവമോർച്ച നിങ്ങൾ ഇന്നത്തെ പ്രതിഷേധത്തിൽ അവസാനിപ്പിക്കുകയാണോ, അതോ ബജറ്റ് അവതരിപ്പിക്കാൻ കെ എം മാണിയെ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് നിങ്ങളും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് മുന്നോട്ട് പോവുകയാണോ? അല്ല, ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സമരമുഖത്താണ്. ഞങ്ങൾ നിലപാട് നേരത്തെ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. കെ എം മാണിയെ യാതൊരു കാരണവശാലും ബജറ്റ് അവതരിപ്പിക്കാൻ യുവമോർച്ച അനുവദിക്കില്ല. പിന്നെ സുനിൽകുമാർ ഇവിടെ ചാനലിൽ വന്നിരുന്നല്ല വിപ്ലവം പറയേണ്ടത്. കേരളത്തിൽ സുനിൽകുമാറിന്റെ പാർട്ടി കെ എം മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്ത് സമരമാണ് നടത്തുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ സംഘടനകൾ എന്ത് സമരമാണ് കെ എം മാണിക്കെതിരെ അല്ലെങ്കിൽ ഈ അഴിമതി സർക്കാരിനെതിരെ നടത്തുന്നത്? അവർ പറയട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരാൻ പോകുന്നത് ബജറ്റ് അവതരണത്തിലും CPM-ഉം CPI-യും ഈ ഭരണപക്ഷവുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കും. ഒരു സംശയം വേണ്ട, ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ യുവമോർച്ച കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല. അത് ഞങ്ങൾ പ്രഖ്യാപിക്കുക തന്നെയാണ്. പിന്നെ നേരത്തെ ആന്റണി രാജു ഇവിടെ പറഞ്ഞതുപോലെ ആന്റണി രാജുവിന്റെ റിപ്പോർട്ട് പുറത്തു വരികയോ വരാതിരിക്കുകയോ അത് എന്തോ ചെയ്യട്ടെ, അതിവിടെ പ്രശ്നമല്ല. വ്യക്തമാണ്. ശ്രീ PC ജോർജ്, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കാര്യത്തിൽ ആന്റണി രാജു അല്ലെങ്കിൽ ആ അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ അവർ കെ എം മാണിയോടും PJ ജോസഫിനോടും കാര്യങ്ങൾ, നിഗമനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ UDF അല്ല ഗൂഢാലോചന നടത്തിയത് എന്ന് നിഷേധിക്കുന്നുമില്ല. UDF ആണ് ഗൂഢാലോചന നടത്തിയത് എന്ന് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കെ എം മാണി പറഞ്ഞതായി മാധ്യമങ്ങളിലെ വാർത്ത മാത്രമല്ല പങ്കെടുത്ത നേതാക്കളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് UDF-ൽ തുടരാൻ കഴിയുക? UDF-ന് വേണ്ടി ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുക? അതോ UDF-ൽ ബജറ്റൊക്കെ അവതരിപ്പിച്ച് UDF-ൻ്റെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയ ശേഷം പുതിയ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് എത്താമെന്ന ആ ഒരു ആലോചനയാണോ? ഞാൻ പറയാം. ഞങ്ങളുടെ ഈ കാര്യം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ ചെയർമാൻ മാണി സാറും വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറും ഡെപ്യൂട്ടി ചെയർമാൻ CR തോമസ് സാറും വൈസ് ചെയർമാൻ PC ജോർജ് ഉൾപ്പെടെ 4 കമ്മിറ്റിയാണ് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത്. ആ നിയോജകത്തിൽ ഇന്ന് വരെ ഈ 4 പേര് കമ്മിറ്റി കൂടിയിട്ടില്ല. കമ്മിറ്റി പോലും കൂടാതെ മാണി സാർ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എനിക്ക് അറിയില്ല. എന്ത് കമ്മിറ്റിയാണ് ശ്രീ PC ജോർജ്? ശ്രീ PC ജോർജ്, താങ്കൾ ഉൾപ്പെട്ട കമ്മിറ്റിയെയാണ് അന്തിമ തീരുമാനം എത്തിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ കമ്മീഷൻ അംഗമായ ശ്രീ ആന്റണി രാജു പറയുന്നു കമ്മീഷൻ അംഗങ്ങൾ ചെയർമാനോടും വർക്കിംഗ് ചെയർമാനോടും നിഗമനങ്ങൾ പങ്കുവച്ചു എന്ന്. ആ പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാണി ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ താങ്കളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഞാനത് അവിശ്വസിക്കുകയാണ്. കാരണം ഏതായാലും തൽക്കാലം അങ്ങനെ ഒരു പരിപാടി ഇപ്പൊ നടക്കുകയില്ല. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഞാൻ ഉൾപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്യാതെ ആ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അത് തന്നെയല്ല, ഇന്നലെ രാത്രി 12 മണിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ശ്രീ PC ജോർജ്, താങ്കളുടെ ആളുകൾ കൂടി, താങ്കളെ അനുകൂലിക്കുന്നവർ കൂടി പങ്കെടുത്തതാണല്ലോ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. ആ യോഗത്തിൽ കെ എം മാണി ഇതിന് മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അത് നടന്ന് UDF-ൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾക്ക് താങ്കളെ അനുകൂലിക്കുന്ന ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. അവൾ പറഞ്ഞിരിക്കുന്നു കെ എം മാണി. ആ കെ എം മാണി അത് പറഞ്ഞത് ഈ അന്വേഷണ കമ്മീഷൻ നൽകിയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ നിഗമനം ശ്രീ PC ജോർജ് മാത്രം എന്തുകൊണ്ട് അറിയാതെ പോയി? ഞാൻ അറിയാതെ പോയി കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പറയുന്നു. പ്രകാശം അറിയാലോ എന്റെ സ്വഭാവം. അങ്ങനെ മാണി സാർ പറഞ്ഞു ഞാൻ പറയുമായിരുന്നു പ്രകാശനോട്. എന്നോട് ഈ സബ്ജക്ട് ഇതുവരെ ആരും ചർച്ച ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളരെ നന്ദി ശ്രീ PC ജോർജ്, ശ്രീ ആന്റണി രാജു, ശ്രീ VS സുനിൽകുമാർ, ശ്രീ P സുധീർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.